ഹലോ, ഇത് ആലപ്പുഴയിൽ നിന്നും പാലക്കാട്ടിലേക്ക് വരുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 4 മണിക്ക് എഴുന്നേറ്റ് തലേന്ന് പാക്ക് ചെയ്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ചായയെല്ലാം കുടിച്ച് പിന്നെ ഒരു 4:30 ആവുന്ന സമയത്ത് ആദ്യം എണീറ്റിരുന്നു. അമ്മമ്മയുടെ അവിടെ പോകാമെന്ന് പറഞ്ഞത് ആൾ ഉഷാറായി എണീറ്റ് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നതാണ്. അവിടെ നിന്നാണ് കേട്ടോ ട്രെയിന്. നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് വലിയ ടെൻഷനില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അച്ഛനും മോനും കൂടി ഭയങ്കര കളിയായിരുന്നു. ആദ്യം ഇത്തവണ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ട്രാവൽ ചെയ്യാൻ. മുൻപെല്ലാം അവൻ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെയും കൊണ്ട് യാത്ര ചെയ്യാൻ അവൻ ഭയങ്കര കരച്ചിലായിരിക്കും, ബഹളമായിരിക്കും. എങ്ങനെയും എനിക്ക് അവിടെ എത്തിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും എനിക്ക്. കാരണം അത്രയും ബഹളമായിരിക്കും അവൻ. അച്ഛനും മോനും കൂടി ഭയങ്കര കളിയായിരുന്നു. പിന്നെ അവിടെ പ്രാവും കാക്കയെല്ലാം അങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു ആ കമ്പിയും മേലെ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങളുടെ ട്രെയിന് വന്നെത്തി. അപ്പോൾ ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു. ട്രെയിനിൽ കയറാനുള്ള ഒരു വെപ്രാളമൊക്കെ ആയിരുന്നു അവന്. അങ്ങനെ ഞങ്ങൾ കയറി, ഞങ്ങളുടെ സീറ്റിലിരുന്നു. അങ്ങനെ അവൻ ഹായൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലപ്പുഴയിലെ ഉള്ള ഏരിയയാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ചെറിയ കാഴ്ചകളൊക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തെടുത്തായിരുന്നേ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് മൊബൈലിൽ എനിക്ക് പെട്ടെന്ന് പകർത്താൻ പറ്റിയില്ല. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. ട്രെയിന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയത്ത് സ്ലോ ആക്കിയതായിരുന്നേ. ആ സമയത്ത് അവിടെ ഒരു കുഞ്ഞ് സൂര്യൻ കാണുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷെ അത് എനിക്ക് മൊബൈലിലൂടെ കാണുമ്പോൾ കുഞ്ഞതായി കണ്ടതായിരുന്നേ. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ യാത്ര തുടർന്നു. ആദ്യം ഇത്തിരിയെല്ലാം ബഹളം ഉണ്ടാക്കി കേട്ടോ. ഈ ട്രെയിനിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൈയിടാനൊക്കെ അവന് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ ഞാനതൊക്കെ പിടിച്ച് നിർത്തി. പിന്നെ ഞാൻ അവനെ കുറച്ച് സ്നാക്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അവനെങ്ങനെയും പാലക്കാട് എത്തിക്കുന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കടല മിഠായി, നിലക്കടല അങ്ങനെയുള്ള സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്ന വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഇത്തിരി ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ കഴിച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മൊബൈൽ വെച്ചിട്ടാണ് ആദ്യക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ ആദ്യക്ക് മൊബൈൽ കൊടുക്കാറുള്ളൂ, കാരണം ആഹാരം കൊടുക്കുന്നതിന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച ബസ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു ബസ്സാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ പോയത് കുതിരാൻ ടണലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൈ പുറത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അച്ഛനും മോനും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പാലക്കാട് എത്തിയിട്ട് പാലക്കാട്ടിൽ നിന്ന് ഞങ്ങൾ ചിറ്റൂരിലോട്ട് ബസ് കയറി. അപ്പോൾ ഞങ്ങളുടെ നാടെത്തി ചിറ്റൂർ. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിൽ കയറിയിട്ട് ആദ്യം ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ പോകുന്നത്. വെറുതെ പറയല്ല കേട്ടോ, നമ്മുടെ സ്വന്തം നാട് എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും ഞാൻ ഫീൽ ചെയ്യുന്നത് ഈ ആലപ്പുഴയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്. ഞാൻ 1 മാസമായി പോയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അവിടുത്തെ കാലാവസ്ഥ എനിക്കത്ര സെറ്റല്ല. ഞങ്ങൾക്ക് 2 പേർക്കും പാലക്കാട് തന്നെയാണ് സെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടുത്തെ കാലാവസ്ഥ അത്ര പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് വരുന്ന സമയത്ത് അയ്യോ നമ്മുടെ നാട്, നമ്മുടെ കാറ്റ്, അയ്യോ എന്നുള്ള ഭയങ്കര ഇതാണ്. അങ്ങനെ ഞങ്ങളുടെ ഹരിതാപയും പച്ചപ്പും നിറഞ്ഞൊരു എന്താ പറയുക നാടല്ലേ നമ്മുടെ പാലക്കാട്. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. പക്ഷേ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഒരു മരത്തിൽ കണിക്കൊന്ന കണ്ടതായിരുന്നു. അതാണ് ഞാൻ അതിൽ ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ വഴികളിലൂടെ എല്ലാം പോകുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. 1 മാസമായിട്ടോ ഞാൻ എൻ്റെ അമ്മേനെ കണ്ടിട്ട്. ഇത്രയും ലോങ് ടൈം ഞാൻ പിരിഞ്ഞിരുന്നത് ഇപ്പോഴന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മേനെയും കൂടെ കാണാനുള്ളതായിരുന്നു. ആദ്യക്കുട്ടനും അമ്മമ്മയെ കാണാൻ ഭയങ്കര കൊതിയായിരുന്നു. നിങ്ങൾ കണ്ടു കേട്ടോ, ഓടിയിട്ട് വീണില്ല എന്നേ ഉള്ളൂ. അമ്മ പിടിച്ചില്ലെങ്കിൽ അമ്മ വീണിട്ടുണ്ടാവും. എൻ്റെ ചേച്ചിയും മക്കളും എല്ലാം ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ വീടെത്തിയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം. ഞങ്ങളുടെ വീട്ടിലെ മാങ്ങ, ഞങ്ങളുടെ വീട്ടിലെ പൂവ്, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഏട്ടനോട് പറയുന്നത് ഈ കണ്ടോ ഞങ്ങളുടെ വീട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അമ്മമ്മയും പേരമക്കളും കൂടിയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ ഹാപ്പി ആയിരുന്നു.